ഓക്കെ, അടുത്ത നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് ട്രിഗ്നോമെട്രി ആണ് നമ്മൾ പഠിക്കുന്നത്. ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഒരു 3 ട്രയാങ്കിളുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. 3 ട്രയാങ്കിളുകൾ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ആരാണ്? 3 ട്രയാങ്കിൾ. ആ 3 ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഈ 3 ട്രയാങ്കിളും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അത്തരം ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന്. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ള 2 ആംഗിളുകളുണ്ടല്ലോ, ഈ 2 ആംഗിളുകളുടെ സമ്മം കൂടി എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ശരിയല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ഈ 180 ഡിഗ്രിയിൽ 90 ഡിഗ്രി കണ്ട് ഇവിടെ പോയി. അപ്പം ബാക്കി രണ്ടും കൂടി ബാക്കി ഇനി ബാലൻസ് ഉള്ളത് 90 ഡിഗ്രിയാണ്. അപ്പം ബാക്കിയുള്ള 2 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഒരു ഉദാഹരണം, ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ ഇനി 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും കൂടെ, ഈ 50ഉം ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. അപ്പം ഇവിടെ 40 ഡിഗ്രിയാണ് വരുന്നത്. കണ്ടോ? 50ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും. പിന്നെ ഈ 90 ഡിഗ്രിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് തമ്മിൽ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് ആ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് 3 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് 45 ഡിഗ്രി, എൻ്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേതും എന്തോ ആയിക്കോളും? 45 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, ഈ 3 ആംഗിളുകളുള്ള ട്രയാങ്കിളിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഏതൊക്കെയാണ്? 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിളുകൾ തുല്യമാണല്ലോ. തുല്യമായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന അതിൻ്റെ സൈഡുകളും തുല്യമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത്തരം ട്രയാങ്കിളിനെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്, അതുപോലെ ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ, ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അതേപോലെ ആ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 സൈഡുകൾ തുല്യമാണെങ്കിൽ ഈ 2 ആംഗിളുകളും തുല്യമാണ് എന്നാണ് ഐസോസെലസ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും തുല്യമായിരിക്കും. അതാണ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ശരിക്കും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കൂടിയാണ്. അതാണ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന ആംഗിൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 45 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ ആണ്. സൈഡുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1:√2. ഓക്കെ, എന്താണ് റേഷ്യോ എന്ന് പറയുന്നത്? 1:1:√2 ആണ്. ഇനി അത് നമ്മൾ എവിടെയൊക്കെയാണ് അടയാളപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ആ സൈഡുകൾ എവിടെയാണ് എഴുതേണ്ടത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇത് ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി. ഓക്കെ, ഇനി റേഷ്യോ നമുക്കറിയാം. 45 ഡിഗ്രി, 90 ഡിഗ്രിയുടെ ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 1 ഇവിടെ എഴുതുന്നു, അടുത്ത 1 ഇവിടെ എഴുതുന്നു, √2 ഇവിടെ എഴുതുന്നു. കണ്ടോ? ഇങ്ങനെയാണ് 1:1:√2. ഓക്കെ, ഈ √2 എന്ന് പറയുന്നത് നീളം കൂടിയ സൈഡ് ആയതുകൊണ്ട്, അതായത് അതും കൂടി ഓർത്ത് വെക്കുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്.
അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എവിടെ കിടക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിടക്കുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ സൈഡ് എന്ന് പറയുന്നതും ഈ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ രണ്ട് പ്രത്യേകതകൾ ഓർത്ത് വെച്ചേക്കുക. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, അതേപോലെ ആ ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ സൈഡ് എന്ന് പറയുന്നതും ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പം 1:1:√2 ആണ്. അപ്പോൾ 1:1:√2 ആണ് നമ്മളുടെ 45, 90 ഡിഗ്രി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ സൈഡുകളുടെ റേഷ്യോ. ഓക്കെ, അതെടുത്ത് പഠിച്ചോണം, സൈഡുകളുടെ റേഷ്യോ ആണത്. ഓക്കെ, ഇനി അപ്പോൾ അത് 45, 90 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്താം. ഇവിടെ 60 ആണെങ്കിൽ പിന്നെ ബാലൻസ് വരുന്ന 30 അല്ലേ? ഇത് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 90 ആണ്, അതുകൊണ്ട് ബാക്കിയുള്ള രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ പിന്നെ 30 ആയിരിക്കും. ഓക്കെ, കാരണം 60യും 30യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടണം. ഓക്കെ, എന്തായാലും 60, 30, 90 എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പം നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ നോക്കാം. എന്തൊക്കെയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്നാണ്. 1:√3:2 കണ്ടോ? അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. 45, 90 1:1:√2 ആയിരുന്നു. 30, 60, 90 ഡിഗ്രി എന്ന് പറയുന്ന റൈറ്റ് ആംഗിളിൻ്റെത് 1:√3:2 ആണ്. ഇനി അത് എഴുതാനും കൂടി പഠിക്കണം. ഇത് ഇച്ചിരി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. 60, 30, 90 ഡിഗ്രിയുടേത് ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. അതായത് ഇതൊരു 90 ഡിഗ്രിയാണ്, ഇവിടെയാണ് നമ്മൾ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി 30 ഡിഗ്രി വരുമെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഈ 1 എവിടെ എഴുതും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്ക് വേണം 1 എഴുതി കൊടുക്കാൻ. അതാണ് അവിടുത്തെ കണ്ടീഷൻ. 60യും 90യും ഇടയ്ക്കാണ് എന്ത് എഴുതി കൊടുക്കേണ്ടത്? 1 റേഷ്യോ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, 30ക്കും 90ക്കും ഇടയ്ക്ക് √3 വരുന്നു. 2 എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, 2 പിന്നെ നീളം കൂടിയ സൈഡ് ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസിലാണ് എഴുതേണ്ടതെന്ന് അറിയാം. ഓക്കെ, അപ്പം 1 എന്ന് പറയുന്ന റേഷ്യോ എഴുതി കൊടുക്കേണ്ടത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തുവാണ്? 60ക്കും 90ക്കും ഇടയ്ക്കാണ് എപ്പോഴും 1 എഴുതി കൊടുക്കേണ്ടത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം ചില ചോദ്യത്തിനകത്ത് ഈ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചരിച്ചു തരും. ഇവിടെ 60 തരും, ഇവിടെ 90. അപ്പോൾ നമുക്കറിയാം ഇവിടെ 30 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഓർക്കാതെ ഇവിടെ പിടിച്ച് 1 എഴുതി കളയും. ഓക്കെ, അങ്ങനെ എഴുതരുത്. നമ്മളെന്താ ചെയ്യേണ്ടത്? 60ക്കും 90ക്കും ഇടയ്ക്ക് 1 എഴുതാറുള്ളൂ. അപ്പം 1 ഇവിടുന്ന് വേണം എഴുതി പോകാം. 1:√3:2 എന്ന് പറയുന്ന നീളം കൂടിയ സൈഡ് ആയതുകൊണ്ട് അത് ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 1:√3:2 എന്ന് വേണം എഴുതാൻ. ചില ട്രയാങ്കിൾ കണ്ട് ഇങ്ങനത്തെ ട്രയാങ്കിൾ തരും. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? 60, 30, 90 ഒക്കെ വരുമ്പോൾ 60ക്കും 90ക്കും ഇടയ്ക്കാണ് 1 എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ 60ക്കും 90ക്കും ഇടയ്ക്ക് നമ്മൾ 1 എഴുതി കൊടുക്കുക. അപ്പോൾ 1:√3:2. ഓക്കെ, അങ്ങനെയാണ് റേഷ്യോസ് എഴുതേണ്ടത്. അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ ഓർക്കുക, 90ക്കും 60ക്കും ഇടയ്ക്കാണ് നമ്മൾ എന്ത് എഴുതി കൊടുക്കേണ്ടത്? 1 എന്ന് പറയുന്ന റേഷ്യോ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ ആയല്ലോ. ഒന്നാമത്തത് 45, 90 ഡിഗ്രിയും. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് 2 ട്രയാങ്കിളുകളാണ്. ഇനി ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്. 3 ട്രയാങ്കിളിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിനകത്തുള്ള ആദ്യം പറഞ്ഞത് ആദ്യത്തേത് 90 ഡിഗ്രിയുടെ 45 ഡിഗ്രി 45 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിൻ്റെ റേഷ്യോ 1:1:√2 ആണ്. 1:1:√2. അത് വരച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ്? 45ൻ്റെ പിന്നെ എളുപ്പമാണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് 1:1 പിന്നെ √2 എന്ന് പറയുന്നത് നീളം കൂടിയതായതുകൊണ്ട് √2 ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും അല്ലേ? രണ്ടാമത് പഠിച്ചത് ഏതാണ്? രണ്ടാമത് പഠിച്ചത് 90 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്നാണ് അല്ലേ? അതെവിടെ വരച്ചു കൊടുക്കും?
ഇവിടെ ഇപ്പം 60 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 30 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾ അവിടെ വരയ്ക്കുന്നത്. 60ക്കും 90ക്കും ഇടയ്ക്ക് 1 കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ 1 എഴുതി കൊടുത്തു. ബാക്കി √3യും 2 എന്ന് പറയുന്നത് നീളം കൂടിയ സൈഡ് ആയതുകൊണ്ട് അത് ഹൈപ്പോട്ടന്യൂസിലേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് എഴുതാൻ അപ്പം 1 എന്ന് പറയുന്ന ഓർഡർ മാത്രം പഠിച്ചു വെക്കുക, ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, ഈ 2 ട്രയാങ്കിളുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ ട്രയാങ്കിൾ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ട്രയാങ്കിളിൽ ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കറിയാം ഈ 2 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ 2 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. ഓക്കെ, നമ്മൾ ഓൾറെഡി 45 ഡിഗ്രിയുടേതും 60 ഡിഗ്രിയുടേതും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് രണ്ടും അല്ലാതെയും വാല്യൂസ് വരാൻ പറ്റും അല്ലേ? സപ്പോസ് ഇവിടെ ഒരു ഞാൻ 50 ഡിഗ്രി എന്ന് കൊടുത്താൽ ഇവിടെ 40 ഡിഗ്രി എഴുതാൻ പറ്റും. അപ്പോൾ 50യും 40യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടുന്നുണ്ട്. ഇനി അതല്ല, ഞാനിവിടെ ഒരു 20 കൊടുക്കുവാണെങ്കിൽ, 20 ഡിഗ്രി കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു 70 ഡിഗ്രി എഴുതാൻ പറ്റും. കണ്ടോ? അങ്ങനെ ഈ 45ഉം 60യും അല്ലാതെ വരുന്ന വാല്യൂസ് അല്ലേ, അല്ലാതെ വരുന്ന വാല്യൂസിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? മറ്റേ 2 ട്രയാങ്കിൾ ആദ്യം പഠിച്ചത് 45 ഡിഗ്രിയുടെ ട്രയാങ്കിൾ പഠിച്ചു, പിന്നെ പഠിച്ചത് 60-30 ഡിഗ്രിയുടെ ട്രയാങ്കിൾ പഠിച്ചു. ഇത് രണ്ടും അല്ലാതെയും വാല്യൂസ് വരാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. 60യും 45ഉം അല്ലാത്ത ട്രയാങ്കിളുകൾ റൈറ്റ് ആംഗിളിൽ വരുന്നത് കൊണ്ട് അതിൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് തീറ്റ ഡിഗ്രി എന്ന് കൊടുക്കാം. എത്രയാണ്? തീറ്റ ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ തീറ്റ ഡിഗ്രിയെ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം. തീറ്റ എന്ന് കൊടുക്കാൻ കാരണം നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ നമ്മൾ എടുത്ത് പഠിക്കാത്തതുകൊണ്ടാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാം. 50 കൊടുക്കാം, 30 കൊടുക്കാം, 90 കൊടുക്കാം. മീൻസ് 90 വരത്തില്ല, 90 ഓൾറെഡി ഉള്ളതുകൊണ്ട് 90 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല തീറ്റയ്ക്കകത്ത്. ബാക്കി ഓക്കെ 1 ഡിഗ്രി തൊട്ട് അല്ലെങ്കിൽ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണമെന്നേ ഉള്ളൂ? 90 ഡിഗ്രി കിട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് വിട്ടേക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് സൈൻ. ഓക്കെ, സൈൻ തീറ്റ എന്ന് പഠിക്കണം. ഈ തീറ്റ വിട്ടേക്കു. നമ്മൾ 3 ആംഗിൾസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒന്ന് സൈന്, പിന്നൊന്ന് കോസ്, പിന്നൊന്ന് ടാന്. ഇവരൊക്കെ ആരാണെന്ന് നമുക്ക് നോക്കാം. സൈനും കോസും ടാനും. എന്തിനാണ് ഈ സൈനും കോസും ടാനും ഉപയോഗിക്കുന്നത്? ഈ തീറ്റയുടെ ഈ ആംഗിളിനനുസരിച്ച് നമുക്ക് ഈ സൈഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈനും കോസും ടാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ 45ഉം 65ക്കും റേഷ്യോ ഒക്കെ പഠിച്ചല്ലോ. ഓക്കെ, അത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂസ് വരുമ്പോഴും നമുക്ക് ഈ സൈഡുകളുടെ വാല്യൂസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈന് കോസ് ടാന് എന്ന് പറയുന്ന വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ സൈഡിൻ്റെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്താണ് സൈൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആംഗിളാണ് എടുത്തിരിക്കുന്നത്. തീറ്റയായിട്ട് ഈ ആംഗിളാണ് എടുത്തിരിക്കുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംഗിളാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സൈൻ തീറ്റ എന്ന് എഴുതണം. ഇവിടെ 50 ആണെങ്കിൽ സൈൻ 50 എന്ന് എഴുതണം. ഇവിടെ 40 ആണെങ്കിൽ സൈൻ 40 എന്ന് എഴുതണം. ഓക്കെ, അപ്പം തീറ്റയ്ക്ക് ഏത് വാല്യൂ ആണോ അതിനനുസരിച്ച് നമ്മൾ തീറ്റ എന്നുള്ളത് മാറ്റിയിട്ട് ആ വാല്യൂ വേണം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ തീറ്റ എടുത്തേക്കുന്നത് കൊണ്ട്, തീറ്റ എന്ന് പറയുന്നത് ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന ഒരു സിമ്പിളാണ് കേട്ടോ. ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്ന ഒരു സിമ്പിളാണ്. ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ വേണേലും നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീറ്റ = 40 ആണെങ്കിൽ നമുക്കിവിടെ 40 എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്ക് അന്നേരം സൈൻ 40 എന്ന് എഴുതണമെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആംഗിളുകളൊന്നും എടുത്ത് പറയാത്തത് കൊണ്ട് ഈ സിമ്പിൾ ഇട്ട് പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ ഏതാണോ തീറ്റ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എടുക്കണം. കണ്ടോ? അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. അപ്പം ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടിക്കോളും. ഇവിടെ കിട്ടിയോ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കോളും? സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടിക്കോളും. അടുത്തത് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ ഇത് തന്നെയാണ്. ഇവിടെ വരയ്ക്കാം. ഇതാണ് തീറ്റ. ഓക്കെ, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതായിരുന്നു, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു.
ഓക്കെ. അത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ നമ്മൾ സൈൻ തീറ്റ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഇത് അഡ്ജസന്റ് സൈഡാണ്. കണ്ടോ, ഈ കിടക്കുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡാണ്. അഡ്ജസന്റ് സൈഡ് ഓർത്തിരിക്കാൻ നമുക്കൊരു ഇപ്പോൾ ഒരു ആംഗിള് നമുക്കിങ്ങനെ വരയ്ക്കണമെങ്കിൽ രണ്ട് ലൈനുകൾ ഇങ്ങനെ കൂട്ടിമുട്ടണമല്ലോ. രണ്ട് ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യണം. രണ്ട് ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തെ എന്തുണ്ടാകത്തുള്ളൂ? ഒരു ആംഗിൾ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ ആംഗിൾ കണ്ട് ഈ ലൈനെയും മുട്ടിയിരിപ്പുണ്ട്, അതേപോലെ ഈ ലൈനെയും മുട്ടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ മുട്ടിയിരിക്കുന്ന രണ്ട് ലൈനുകളും അഡ്ജസന്റ് ലൈൻസ് എന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ അത്? അതായത് ഒരു ലൈൻ ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഇവർ തമ്മിൽ മുട്ടിയപ്പോൾ കണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി അല്ലേ? അപ്പം ഈ ആംഗിൾ ഉണ്ടാകാൻ കാരണക്കാരായ ഈ രണ്ട് ലൈൻസും ഈ ആംഗിളിനെ സംബന്ധിച്ച് എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ് ആണ്. കണ്ടോ? ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ആംഗിളാണിത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതും, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിൾ മുട്ടിക്കിടക്കുന്ന ആ രണ്ട് ലൈൻസും അഡ്ജസന്റ് ആണ് അല്ലേ? ഈ രണ്ട് ലൈൻസും അഡ്ജസന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കണ്ട് ഈ ആംഗിളും മുട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇത് ഈ ലൈനയിലും മുട്ടിക്കിടപ്പുണ്ട്, ഈ ലൈനയിലും മുട്ടിക്കിടപ്പുണ്ട്. ഈ ലൈൻ നമുക്ക് ഓൾറെഡി അറിയാം, ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാം. ഓക്കെ. അതുകൊണ്ട് നമ്മളെ അതിനെ അഡ്ജസന്റ് എന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അഡ്ജസന്റ് എന്ന് തന്നെ വിളിക്കും. ക്ലിയർ ആണോ? മറ്റേ ഈ ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത് കൊണ്ട് അതിനെ അഡ്ജസന്റ് എന്ന് എടുക്കുന്നില്ല. പകരം ഈ അഡ്ജസന്റ്, ഇത് അഡ്ജസന്റ് ആണ്. ഓക്കെ, കാരണം ഇതുമായിട്ട് മുട്ടിക്കിടപ്പുണ്ട്. അപ്പം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനിയുള്ളത് ടാൻ തീറ്റ. നമ്മുടെ കണക്കുകളിൽ കൂടുതലും ടാൻ തീറ്റയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ തീറ്റ. ഓക്കെ. ഇത് 90 ഡിഗ്രി. ഈ തീറ്റ ഡിഗ്രി മുട്ടിക്കിടക്കുന്ന ലൈനുകൾ ഓർമ്മയുണ്ടല്ലോ, ഒന്ന് ഹൈപ്പോട്ടന്യൂസും ഒന്ന് അഡ്ജസന്റ് സൈഡും. ഈ തീറ്റയായിട്ട് യാതൊരു ബന്ധമില്ലാതെ കിടക്കുന്ന ആളാണ് ഇവിടെ കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ടാൻ തീറ്റ പഠിക്കാൻ എളുപ്പമാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള മീനിങ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്നാണ്. ഓക്കെ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്നാണ്. ഓക്കെ. ഇനി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വരായിരുന്നു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ വേറൊരു ഫ്രാക്ഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിനോമിനേറ്റർ തമ്മിൽ സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ക്യാൻസലായി പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ കിടക്കുന്ന ഓപ്പോസിറ്റ് അതേപോലെ എഴുതുക, താഴെ കിടക്കുന്ന ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന അഡ്ജസന്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് ഇത്. ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം, നിങ്ങൾക്കത് പഠിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പം മൂന്നാമത്തെ ട്രയാങ്കിള് ഒന്നും കൂടി പറയാം. മൂന്നാമത്തെ ട്രയാങ്കിളിനകത്തുള്ളത് നമ്മൾ ഇതാണ് തീറ്റ എങ്കിൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്, അതേപോലെ ഈ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളായിരുന്നു വേണ്ടി വരുന്നത്. സൈൻ തീറ്റ അല്ലേ, പിന്നെ അത് കോസ് തീറ്റ, പിന്നുള്ളത് ടാൻ തീറ്റ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസന്റ് കിടക്കുന്നതാണ്, അപ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് ടാൻ, അതുകൊണ്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഉണ്ടോ?
ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓപ്പോസിറ്റിൽ എഴുതേണ്ടത്, എന്താണ് ഹൈപ്പോട്ടന്യൂസിൽ എഴുതേണ്ടത്, എന്താണ് തീറ്റയിൽ എഴുതേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. ശരിക്കും ഈ തീറ്റയ്ക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് കൊടുക്കുന്നു. അതുപോലെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ആ കണക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട 3 ട്രയാങ്കിൾസ് കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു 3 ട്രയാങ്കിൾ? ഒന്നാമത് 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു നമ്മൾ ആദ്യം പഠിക്കണം എന്ന് പറഞ്ഞിരുന്നത്. ഏതൊക്കെയായിരുന്നു? 45 45 ഡിഗ്രിയുടേത് അല്ലേ. പിന്നെ പറഞ്ഞത് 60 30 എന്ന് പറയുന്ന ട്രയാങ്കിൾ. പിന്നെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഇത് രണ്ടും അല്ലാത്ത വാല്യൂ വരുന്ന ട്രയാങ്കിൾ, അതിനെ നമ്മൾ തീറ്റ എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇനി 45 45 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 കേട്ടോ. എന്താണ്? 1:1:√2. ഈ റേഷ്യോ മാറിപ്പോകരുത് കേട്ടോ. 45 45 ഡിഗ്രി എന്ന് 45 45 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ റേഷ്യോ ആണത്. 60 30യുടെയോ 1:√3:2 ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇതിനകത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60ക്കും 90ക്കും ഇടയ്ക്ക് മാത്രമേ 1 എഴുതാവുള്ളൂ. അപ്പോൾ 1:√3:2 അതാണ് അതിൻ്റെ റേഷ്യോ. ഇത് രണ്ടും അല്ലാത്ത ട്രയാങ്കിൾ വരുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയുമാണ്. ഓക്കെ, ടാൻ തീറ്റയാണ് കൂടുതലായിട്ടുള്ള കണക്കുകളിൽ കണ്ടുവരുന്നത്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ഇനി തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ഈ 2 ആംഗിളും അതിൻ്റെ അഡ്ജസൻ്റ് ആണ്. പക്ഷെ ഇത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് അതിനെ അഡ്ജസൻ്റ് എന്ന് വിളിക്കാറില്ല. ഇത് അഡ്ജസൻ്റ് ആണ്. ഇതതിൻ്റെ ആ തീറ്റയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇതതിൻ്റെ ഓപ്പോസിറ്റുമാണ്. ഓക്കെ, അപ്പോൾ വേറൊരു സംഭവം അതിനകത്ത് നോക്കേണ്ടതുണ്ട്. തീറ്റ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് അഡ്ജസൻ്റ്. തീറ്റ ഇവിടെയാണ്, അപ്പോൾ ഈ ആംഗിൾ ഇവിടെ അല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. പിന്നെ മുട്ടി കിടക്കുന്നത് ഈ ആംഗിളാണ്. അപ്പോൾ അഡ്ജസൻ്റ് കണ്ട് ഇതാണ്, മീൻസ് ഓപ്പോസിറ്റ് കിടക്കുന്നത് തീറ്റയായിട്ട് ബന്ധമില്ലാത്ത കണ്ട് ഈ സൈഡാണ് കേട്ടോ. അത് ട്രയാങ്കിളിനനുസരിച്ച് നിങ്ങൾ അത് മാറ്റി മാറ്റി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ട്രയാങ്കിളുകൾ, ഈ 3 ട്രയാങ്കിളുകൾ ആണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ, അതായത് ട്രിഗ്നോമെട്രിക്കകത്തുള്ള മെയിൻ പഠിക്കേണ്ട സാധനം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മാത്രം അതിനകത്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആ ചാപ്റ്റർ ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഇതൊരാളാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഒരാളാണ്. ഓക്കെ, ഈ ഒരാൾ ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഈ ആള് ഇവിടെ ഒരു മരമാണെന്ന് വിചാരിച്ചു. കണ്ട മരമാണെന്ന് തോന്നിക്കത്തില്ലെങ്കിലും നിങ്ങൾ തൽക്കാലം ഇത് മരമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ മരം നിൽക്കുന്നത് ഒരു ഗ്രൗണ്ടിലായിരിക്കുമല്ലോ അല്ലേ. അതേ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും ഇയാളും നിൽക്കുന്നത്. കണ്ടോ, എന്നുവെച്ചാൽ നമ്മൾ തറയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ മരവും തറയിൽ നിൽക്കുന്നു. ആ ലോജിക്കൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ്. ഓക്കെ, ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഈ ആളിനെ കൊണ്ട് നമ്മൾ നേരെ നോക്കിക്കുന്നു. ഈ ആളിനെ കൊണ്ട് നമ്മൾ ഈ മരത്തെ നേരെ നോക്കിക്കുന്നു. ഓക്കെ, ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണം, കാരണം നമുക്ക് കണക്കുകൾ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു രീതിയാണിത്. ഓക്കെ, രണ്ടാമതായിട്ട് പഠിക്കേണ്ട കാര്യമാണ് എന്താണ്? ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു മരം, ആൾ മരത്തെ നോക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് എന്നാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ആളിന് ഈ മരത്തിൻ്റെ മണ്ടഭാഗം നോക്കണമെങ്കിൽ അയാൾ കണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പം ഇയാളെ കൊണ്ട് നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് നോക്കിക്കുക, അതിനുശേഷം മാത്രമേ ഇയാളെ കൊണ്ട് മണ്ടയ്ക്കോട്ട് നോക്കിക്കാവുള്ളൂ. കണ്ടോ, അങ്ങനെയാണെങ്കിൽ കണ്ട് ഈ സ്ട്രെയിറ്റ് നോക്കിയതിനും മണ്ടയ്ക്കോട്ട് നോക്കിയതിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടായി വരുന്നു. ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ്. എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെ കൊണ്ട് ആദ്യം സ്ട്രെയിറ്റ് നോക്കണം,
ഈ സ്ട്രെയിറ്റ് നോക്കിയെടുത്ത് നിന്നും അയാൾ മുകളിലേക്ക് എവിടെയോട്ടാണോ നോക്കുന്നത്, അപ്പോൾ ആ മുകളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ക്ലിയർ ആണോ? ഇനി വീണ്ടും അയാളെ കൊണ്ട് നമ്മൾ നേരെ നോക്കിക്കുക. എന്നിട്ട് ഈ മരത്തിന്റെ ചെവിട്ടിലേക്ക് അയാൾക്ക് നോക്കണം, അല്ലെങ്കിൽ അടിയിലേക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ ഇങ്ങോട്ടല്ലേ നോക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ പറയേണ്ടത് ഈ സ്ട്രെയിറ്റ് നോക്കിയെടുത്ത് നിന്നും എത്ര ഡിഗ്രിയാണോ താഴോട്ട് നോക്കുന്നത്, കണ്ടോ? ഈ സ്ട്രെയിറ്റിൽ നിന്നുമാണ് ഈ ഡിഗ്രി പറയുന്നത്. ഇങ്ങനെ താഴോട്ട് നോക്കുന്നത്, അതിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തൊന്ന് പഠിക്കാനുള്ളത്. ഒന്ന്, അയാൾ സ്ട്രെയിറ്റ് നോക്കിക്കണം, എന്നിട്ടേ മുകളിലേക്ക് നോക്കിക്കാവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. അയാളെ കൊണ്ട് സ്ട്രെയിറ്റ് നോക്കിക്കുക, എന്നിട്ട് അയാളെ കൊണ്ട് താഴോട്ട് നോക്കിക്കുക. അപ്പോൾ ആ സ്ട്രെയിറ്റ് നോക്കിയെടുത്ത് നിന്നും താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതിനകത്ത് ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് കൂടുതലും തെറ്റിപ്പോകുന്നത്. ഓക്കെ, ഒട്ടുമിക്ക ആൾക്കാർക്കും തെറ്റിപ്പോകുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറയുന്ന സമയത്താണ്. ക്ലിയർ ആണോ? അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഈ തെറ്റിപ്പോകുന്ന ഒരു ചാൻസ് ഞാൻ പറയാം. ഇവിടെ ഒരു ബിൽഡിങ്, ഓക്കെ, ഇവിടെ ഒരു പോസ്റ്റ്, ഇവിടെ ഒരു പോസ്റ്റ്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരാൾ നിൽക്കുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് ഇയാൾ പോസ്റ്റിൻ്റെ മണ്ടഭാഗം നോക്കുന്നു, പോസ്റ്റിൻ്റെ അടിഭാഗം നോക്കുന്നു. കണ്ടോ? അപ്പോൾ നോക്കി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ഇതൊരു ട്രയാങ്കിളാണ്. അതേപോലെ മണ്ടയ്ക്കത്തെ ഇത് വെച്ചിട്ട് കണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ കിട്ടും. കണ്ടോ? രണ്ട് ട്രയാങ്കിൾ കിട്ടി. എന്നിട്ട് ചോദിച്ച ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും പറഞ്ഞ് തരും. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുവാണ്. ആ വലിയ ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. ഇവിടെ അയാൾ നിൽപ്പുണ്ട്, ഇവിടെ പോസ്റ്റിൻ്റെ ചെവിടുവാണ്. ഓക്കെ, ഇവിടെ പോസ്റ്റിൻ്റെ ചെവിടുവാണ്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ അയാൾ ഈ പോസ്റ്റിൻ്റെ ചെവിട് നോക്കുന്നത് 50 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണെന്ന് പറയും. അപ്പോൾ നമ്മൾ നേരെ പോയതാണ്ട് ഇവിടെ അങ്ങ് 50 ഡിഗ്രി എടുക്കും. കാരണം അയാൾ 50 ഡിഗ്രി താഴോട്ടല്ലേ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തുവാണ്, അതാണ്ട് ഇവിടെ കൊണ്ടുപോയി 50 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 40 ഡിഗ്രി വരും എന്ന് പറഞ്ഞൊക്കെ കണക്ക് ചെയ്ത് പോകും. എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം 50 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്ട് ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്, അല്ലേ? ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്. ഇവിടെ നിൽക്കുന്ന ആള് 50 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനെ നോക്കണമെങ്കിൽ നമ്മൾ പഠിച്ച എങ്ങനെയാണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയാലും ആംഗിൾ ഓഫ് എലിവേഷൻ ആയാലും അതിനു മുമ്പ് അയാളെ കൊണ്ട് നേരെ നോക്കിക്കണം. അപ്പം നമ്മൾ അയാളെ കൊണ്ട് എങ്ങനെ ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അയാളെ കൊണ്ട് നേരെ നോക്കിക്കുക. നേരെ നോക്കിയിട്ട് ആ നേരെ നോക്കുന്നിടത്ത് നിന്നും താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. കണ്ടോ? ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ 50 ഡിഗ്രി ഉണ്ടാകുന്നത്. ഇനി നോക്കി, ഇതൊരു 90 ഡിഗ്രി ഫോമിലാണ് കിടക്കുന്നത്. കണ്ടോ? 90 ഡിഗ്രി ഫോമിൽ, അതായത് അയാളും അയാളുടെ നേരെയുള്ള നോട്ടവും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രിയാണ് വരുന്നത്. ഇവിടുത്തെ ഇത്രയും നമുക്ക് ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ബാക്കി ഈ വരുന്നത് 40 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഈ 90 ഡിഗ്രി ഇവിടെ കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ആ ട്രയാങ്കിളിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. അയാളെ കൊണ്ട് നേരെ നോക്കിക്കുക, നേരെ നോക്കിയെടുത്ത് നിന്നും താഴോട്ട് വരുമ്പോഴാണ് ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ 50 ഡിഗ്രി വന്നിരിക്കുന്നത്. എങ്കിൽ ബാക്കിയുള്ളത് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ട്രയാങ്കിളിനകത്ത് ശരിക്കും വരേണ്ടത്, കണ്ടോ, ഇവിടെ നമ്മൾ 50 ഡിഗ്രി അങ്ങോട്ട് അടയാളപ്പെടുത്തി, ശരിക്കും വരേണ്ടത് എത്ര ആയിരുന്നു? 40 ഡിഗ്രി ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റുന്ന സമയത്ത് നിങ്ങളത് ക്ലാരിറ്റിയോട് പഠിക്കണം, എന്താണ് തെറ്റിയത് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയാലും ആംഗിൾ ഓഫ് എലിവേഷൻ ആയാലും, ഇതൊരു കണ്ണാണെന്ന് വിചാരിച്ചോ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയാലും ആംഗിൾ ഓഫ് എലിവേഷൻ ആയാലും നമ്മൾ അയാളെ കൊണ്ട് സ്ട്രെയിറ്റ് നോക്കിക്കണം. അയാളെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് നോക്കിക്കണം. എന്നിട്ടേ നിങ്ങൾ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒക്കെ നോക്കിക്കാവൂ. സ്ട്രെയിറ്റ് നോക്കുന്നിടത്ത് നിന്നും മുകളിലേക്ക് നോക്കുമ്പോഴേ നമ്മൾ എന്തുണ്ടാക്കത്തുള്ളൂ? ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടാക്കത്തുള്ളൂ. സ്ട്രെയിറ്റ് നോക്കിയെടുത്ത് നിന്നും താഴോട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ എന്തുണ്ടാക്കത്തുള്ളൂ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണക്കുകളൊക്കെ തെറ്റാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ
പഠിച്ചു വെക്കാനുള്ളത്. ഒന്നാമത് പറഞ്ഞത് ഒരു 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ചാണ്. രണ്ടാമത് പറഞ്ഞത് ഈ നോട്ടത്തിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കാവുള്ളൂ, അതേപോലെ സ്ട്രെയിറ്റ് നോക്കിയിട്ട് താഴോട്ട് നോക്കാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച 3 ട്രയാങ്കിൾ ഏതൊക്കെയായിരുന്നു? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അത് 1:1:√2 എന്ന് പറയുന്നതാണ് അവിടുത്തെ റേഷ്യോ. പിന്നെ പഠിച്ചത് 60, 30, 90 അല്ലേ? അവിടുത്തത് 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ. പിന്നെ പഠിച്ചത് തീറ്റ, അതായത് ഇത് രണ്ടും അല്ലാത്ത ട്രയാങ്കിൾ വന്നാൽ സൈൻ തീറ്റായ്, കോസ് തീറ്റായ്, ടാൻ തീറ്റായ്. ഓക്കെ, ഈ 3 തീറ്റകൾ പഠിച്ചു. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണെന്ന് പഠിച്ചു. ഇപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. പിടിയോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഈ നോട്ടത്തിന്, അപ്പോൾ ആ 3 ട്രയാങ്കിൾ തീർന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഈ നോട്ടത്തിനെ കുറിച്ചാണ്. ഒരാളെ കൊണ്ട് സ്ട്രെയിറ്റ് നോക്കിക്കുക, എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ സ്ട്രെയിറ്റിൽ നിന്ന് മുകളിലേക്കുണ്ടായ ആംഗിളിനെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും, അയാളെ കൊണ്ട് നേരെ നോക്കിയെടുത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ നേരെ നോക്കിയെടുത്ത അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും താഴോട്ട് നോക്കുന്നിടത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുമാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഒട്ടുമിക്ക കണക്കുകളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.